സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ആദ്യത്തെ വചനം, ദൈവമേ എനിക്ക് ന്യായം പാലിച്ച് തരണമേ, എനിക്ക് ന്യായം പാലിച്ച് തരണമേ, എനിക്ക് ന്യായം ചെയ്യണമേ. എനിക്ക് അന്യായം ഭവിച്ചിരിക്കുന്നു, എനിക്ക് അന്യായം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കൈകൾ ഉയർത്തിക്കാട്ടെ. ഞാൻ വിശ്വസിച്ചവർ എന്നോട് അന്യായം കാണിച്ചു, എൻ്റെ പണം തട്ടിയെടുക്കുവാനിടയായി, വിവാഹ വാഗ്ദാനം തന്നിട്ട് പറ്റിച്ചു കടന്നു, എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം 3 വർഷം താമസിച്ചിട്ട് എനിക്ക് പെൺകുട്ടി ജനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിലാക്കിയിട്ട് പോകാനിടയായി, എൻ്റെ അമ്മായിമ്മ എന്നോട് അന്യായം കാണിച്ചു, ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തെ തകർത്തു, എൻ്റെ കൂട്ടുകാരൻ എന്നോട് അന്യായം കാണിച്ചു, പാർട്ട്ണർഷിപ്പാണെന്ന് പറഞ്ഞിട്ട് ബിസിനസ് ചെയ്യാനിടയായി, എൻ്റെ കയ്യിലുള്ള പണമെല്ലാം ചിലവഴിപ്പിച്ചിട്ട് എന്നോട് അന്യായം കാണിച്ചു. വന്നപ്പോൾ ഒരാൾക്ക് കുറച്ച് പണം കൊടുക്കുവാനിടയായി, എന്നാൽ അത് തിരിച്ചു തരാതെ എന്നെ പറ്റിച്ചു. ആരും നിന്നെ പറ്റിച്ചിട്ടില്ലേ? അടുത്തത് നോക്കൂ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്കിൽ നിന്ന് എന്നെ വിടുവിക്കുമാറാകണമേ. ഞാൻ വിശ്വസിച്ച വ്യക്തി എന്നോട് കള്ളം പറയാൻ ഇടയായി, എന്നെ വഞ്ചിക്കുവാൻ ഇടയായി, എന്നോട് ദ്രോഹം ചെയ്തു, എനിക്ക് എതിരായി പ്രവർത്തിക്കാനിടയായി. നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ കാലത്ത് അന്യായം പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ വഞ്ചിക്കപ്പെട്ട ആളുകൾ, കഷ്ടതയിൽ അകപ്പെട്ട ആളുകൾ, വേറെ ആരോ ചെയ്തതായ കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് പേരെ കാണുവാൻ കഴിയും. ഭർത്താവ് മദ്യപാനിയാണ്, വളരെ സുഖമായിരിക്കുന്നു, ഭാര്യ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ ഭർത്താവ് അവളോട് ന്യായമാണോ പ്രവർത്തിക്കുന്നത്, അന്യായമാണോ ചെയ്യുന്നത്? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ. ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്? ഭാര്യയെയും മക്കളെയും ഭരിക്കേണ്ടതാണ്. നീ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി സമ്പാദിക്കണമെന്ന് അന്ന് ആദാമിനോട് ദൈവം പറയുവാനിടയായി. അതുകൊണ്ട് ഓരോ പുരുഷനും കഷ്ടപ്പെട്ട് തൻ്റെ കുടുംബത്തെ പുലർത്തേണ്ടതാണ്, സംരക്ഷിക്കേണ്ടതാണ്. ആരെങ്കിലും തൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ അവിശ്വാസിയേക്കാൾ നശിച്ചവനാണെന്ന് ബൈബിൾ പറയുന്നു. എന്നാൽ ഈ കാലത്ത് എത്രയോ പുരുഷന്മാർ തൻ്റെ ഭാര്യയെയും മക്കളെയും പരിഗണിക്കാതെ ഇരിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താതിരിക്കുന്നു, അവർക്ക് വേണ്ടത്ര സംരക്ഷണം നൽകാതിരിക്കുന്നു, അവരുടെ വീട്ടുകാര്യങ്ങൾ നോക്കാതെ ഇരിക്കുന്നു. ഇന്ന് അനേക പുരുഷന്മാർ അങ്ങനെ ഭാര്യയ്ക്ക് അതുപോലെ തൻ്റെ മക്കൾക്ക് അന്യായം ചെയ്യുന്നുണ്ട്. പണം ഉള്ളതുകൊണ്ട് ഹോട്ടലിൽ കഴിച്ചിട്ട് വന്ന് വീട്ടിലെ കറി കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാതെ കിടന്നുറങ്ങുന്നു. അത് കണ്ട ഭാര്യ പാവം കഴിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് അവളും കഴിക്കാതെ കിടക്കുന്നു. അവൻ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഹോട്ടലിൽ നിന്ന് കഴിച്ചെന്ന് അവൻ പറയുകയില്ല. വയറ് നിറച്ച് ബിരിയാണി കഴിച്ചിട്ടാണ് വന്നത്, എന്നാൽ വീട്ടിൽ വന്നിട്ട് കറി കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാതെ കിടക്കുന്നു. ഭാര്യ പാവം കഴിച്ചില്ല എന്ന് വിചാരിച്ച് ഭാര്യ സങ്കടത്തോടെ കിടക്കുന്നതായ സമയത്ത് ഇവനാണെങ്കിൽ തിന്നു കുടിച്ച് സുഖമായി കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ അത് അന്യായമല്ലേ? പുരുഷൻ തൻ്റെ ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യ തൻ്റെ സ്വന്തം ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. ഇന്ന് അനേകം സ്ത്രീകൾ ഭർത്താവിനോട് അന്യായം പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ ഭർത്താവ് നിന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഭർത്താവ് നിന്നെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും നിന്നോട് പറയുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഭർത്താവിന് നിന്നെ വിശ്വസിച്ചിട്ട് തൻ്റെ പെട്ടിയുടെ താക്കോൽ നിനക്ക് ഏൽപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ആ പണപ്പെട്ടിയുടെ താക്കോൽ ഏൽപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഏൽപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ മഹത്വമാണോ അവൻ്റെ മഹത്വമാണോ? അവൻ്റെ മഹത്വമല്ല, നിന്റെ മഹത്വമാണ്. എന്താണ്? നീ അതിൽ നിന്ന് അടിച്ചു മാറ്റുകയാണെന്ന് വിചാരിക്കുക. അതറിഞ്ഞിട്ട് ഒരു ദിവസം അവൻ എന്ത് ചെയ്യും? അത് നിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങും. അല്പത്തിൽ വിശ്വസ്തനായ അധികത്തിൽ വിചാരകനാക്കും. ഈ കാലത്ത് എവിടെ നോക്കിയാലും വാസ്തവത്തിൽ അന്യായം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടികൾ മാതാപിതാക്കളെ വഞ്ചിക്കുന്നു, മാതാപിതാക്കൾ കുട്ടികളെ വഞ്ചിക്കുന്നു. കോളേജിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട്
വെളിയിൽ പോയിട്ട് കോളേജിൽ പോലും പോകാതെ റോഡിൽ കറങ്ങി നടക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. നമ്മുടെ ഇതുപോലത്തെ നാട്ടിൻ പ്രദേശങ്ങളിൽ കൃഷിപ്പണികളൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ മത്സ്യവ്യാപാരമൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ കൂലിപ്പണികൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് എൻ്റെ കുട്ടികളെ നല്ലവണ്ണം പഠിക്കണം, ഞങ്ങളെപ്പോലെ അവർ കഷ്ടപ്പെടാൻ പാടില്ല, ദൂരദേശങ്ങളിലേക്ക് അയച്ചിട്ട് കോളേജിലേക്കുള്ള ഫീസ് കൊടുത്ത് എല്ലാ മാസവും അവർക്ക് പോക്കറ്റ് മണിയായി ചിലവിന് കൊടുത്ത് പോകുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? സിനിമ കാണാൻ വേണ്ടി കറങ്ങി സ്നേഹബന്ധത്തിലെല്ലാം പെട്ട് പഠിക്കാതെ നടക്കുന്ന യൗവനക്കാരായ മക്കൾ. മാതാപിതാക്കൾക്ക് ആ വിഷയം അറിയുന്നതായ സമയത്ത്, എടാ 3 വർഷം നീ പഠിക്കുവാണെന്നല്ലേ പറഞ്ഞ, നീ എന്തു ചെയ്യുകയായിരുന്നു അവിടെ? അയച്ചു കൊടുത്ത പണമെല്ലാം ദൂർത്തടിക്കുവാൻ ഇടയായി. അങ്ങനെ കോളേജിൽ പോകാതെ പാസ്സാകാതിരിക്കുന്ന സമയത്ത് ആ പയ്യൻ എന്താണ് ചെയ്യുന്നത്? മാതാപിതാക്കളെ വഞ്ചിച്ച് മാതാപിതാക്കളെ പറ്റിക്കുകയാണ്. അതുപോലെ തന്നെ അവൻ വഞ്ചിക്കുകയാണ്, നാശം വിതയ്ക്കുകയാണ്. ഈ കാലത്ത് മനുഷ്യർ വഞ്ചിക്കുന്ന കാര്യത്തിൽ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മനുഷ്യൻ കോഴി മുട്ടയിട്ടിരിക്കുന്ന സമയത്ത്, അത് പൊരുന്ന ഇരിക്കുന്ന അതേ സമയത്ത് തന്നെ ആ ചെറിയ കൂട്ടിൽ കയറിയിട്ട് ആ കോഴി അറിയാതെ തന്നെ അതിൽ നിന്ന് ഓരോരോ മുട്ട അനക്കാതെ എടുക്കുമെന്ന്. ഒരു അനക്കം പോലും ഇല്ലാതെ ഒരു ദിവസം അങ്ങനെ ഇയാൾ ആ മുട്ടയെടുത്ത് സഞ്ചിയിൽ കൊണ്ടുവച്ചു. താഴെ വന്നിട്ട് നോക്കുമ്പോൾ ആ സഞ്ചിയിൽ ഒരു മുട്ട പോലുമില്ല. എന്താണ് സംഭവിച്ചത്? തൻ്റെ മകൻ പിറകാലെ വന്നിട്ട് കോഴി അറിയാതെ അയാൾ എടുത്ത മുട്ടകളെല്ലാം അയാൾ അറിയാതെ തൻ്റെ മകൻ എടുത്ത് സഞ്ചിയിൽ കൊണ്ടുവച്ചെന്ന്. വഞ്ചന കാണിച്ച് നേടുന്നത് നമുക്കൊരിക്കലും അനുഗ്രഹം ആയിരിക്കില്ല. യാക്കോബ് വഞ്ചിക്കുവാനിടയായി. ആരെയാണ് വഞ്ചിച്ചത്? സ്വന്തം സഹോദരനെ വഞ്ചിക്കാനിടയായി. എന്നെ വിശക്കുന്നു, എനിക്ക് അല്പം പായസം തരുമോ എന്ന് ചോദിച്ചപ്പോൾ, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് തന്നാൽ ഈ പായസം മുഴുവൻ നിനക്ക്. ജ്യേഷ്ഠാവകാശം എങ്ങനെയാണ് ലഭിക്കുന്നത്? ഞാൻ ജ്യേഷ്ഠനായി ജനിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അങ്ങനെ ജനിക്കുവാൻ കഴിയുമോ? അത് ദൈവം നിയമിച്ചതായ ഒന്നാമത്തെ ഫലമാണ്, ആദ്യത്തെ സന്താനമാണ്. ആ കാലത്ത് ജ്യേഷ്ഠന് പിതാവ് കഴിഞ്ഞാൽ പിന്നെ അവനാണ് അവകാശം. വസ്തുവകകൾ ഭാഗം ചെയ്യുമ്പോൾ പിതാവിൻ്റെതായ ഭാഗം എല്ലാവർക്കും ഭാഗം വയ്ക്കുമ്പോൾ പിതാവിനും ഒരു ഭാഗം ഉണ്ട്. അതായത് 3 ആൺമക്കളാണെങ്കിൽ 4 ഭാഗങ്ങൾ ചെയ്തിട്ട് 3 മക്കൾക്കും ഓരോ ഭാഗം, പിതാവിനും ഒരു ഭാഗം. ആ പിതാവിൻ്റെ ഭാഗം പിതാവ് മരിച്ചുപോയ ശേഷം മൂത്ത മകന് ലഭിക്കാനിടയാകും. എല്ലാവർക്കും അത് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇരട്ടി അനുഗ്രഹം. അതുകൊണ്ട് ജ്യേഷ്ഠനായി ഇരിക്കുവാൻ വേണ്ടി എല്ലാ വ്യക്തികളും അന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അതുമാത്രമല്ല, ബൈബിൾ പ്രകാരമായിട്ട് ആദ്യത്തെ ഫലം ദൈവത്തിൻ്റെ സ്വത്താണ്. ദൈവം ആദ്യത്തെ സന്താനത്തെ ഒരുപാട് അനുഗ്രഹിക്കും. എത്ര ആളുകൾ പറയുന്നു, ഞാൻ വീട്ടിലെ മൂത്ത കുട്ടിയാണ്, മൂത്ത മകനാണ്, മകളാണ് എന്ന് പറയുന്നവർ കൈ ഉയർത്താമോ? അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. എത്ര നാൾ ദൈവത്തിന് പിടികൊടുക്കാതെ പോകും? ആദ്യത്തെ ഫലം ദൈവത്തിൻ്റെ സ്വത്ത്, ആദ്യത്തെ സന്താനം ദൈവത്തിൻ്റെ സ്വത്താണ്. എൻ്റെ വീട്ടിൽ ഞാനാണ് മൂത്ത കുട്ടി. എൻ്റെ പിതാവ് മാനസാന്തരപ്പെട്ട ശേഷം എന്നെ ഡോക്ടറായിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ മാനസാന്തരപ്പെട്ട ശേഷം പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന് അറിയണം എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം പറയുകയുണ്ടായി, ആദ്യ ഫലം എൻ്റെ സ്വത്താണ്, അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ വേല ചെയ്യണം. ശരി പിതാവേ, ഞാനും അപ്പോൾ രക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങ് പ്രാർത്ഥിച്ചു കൊള്ളുക. ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് നിന്റെ മാതാവിൻ്റെ ഉദരത്തിൽ വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. എനിക്ക് 18 വയസ്സുള്ള സമയത്ത്. അപ്പോൾ ഞാൻ കാക്കനാട് വിട്ടിട്ട് ചെന്നൈയിലേക്ക്, മദ്രാസിലേക്ക് പോയി ബൈബിൾ കോളേജിൽ പഠിക്കുന്നതിന് വേണ്ടി അന്നു മുതൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ സേവയിലായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളേത് സേവയിലാണ്? ഇന്ന് ഈ കാലത്ത് അനേകം ആളുകൾ മദ്യപാനത്തിൻ്റെ സേവയിൽ, പിശാചിൻ്റെ സേവയിൽ ആയിരിക്കുന്ന വ്യക്തികളാണ്. ആദ്യ ഫലം ദൈവത്തിൻ്റെതാണ്. നിങ്ങൾ വിചാരിച്ചിട്ടല്ല, ദൈവം നിങ്ങളെ നിയമിച്ചതാണ്. അതുകൊണ്ട് ഇവിടെയായിരിക്കുന്ന വ്യക്തികളിൽ എല്ലാവരും പ്രാർത്ഥിക്കുക, ദൈവമേ നീ എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണോ, ഞാൻ നിന്റെ സേവ ചെയ്യണമോ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം തൻ്റെ ആലോചന നിങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. അനേകം ആളുകൾക്ക് തങ്ങൾ ജ്യേഷ്ഠനായിരിക്കുന്നു എന്നതിൻ്റെ വില അറിയത്തില്ല. യാക്കോബിന് താൻ ജ്യേഷ്ഠനാണ്, ഏശാവിന് ജ്യേഷ്ഠനാണ്, ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വില അവനുണ്ടോ? അവനില്ലായിരുന്നു.
അതുകൊണ്ട് പറഞ്ഞു, നീ എടുത്തോ, എനിക്ക് കഴിക്കാനുള്ളത് താ. അത്രയേ ഉള്ളൂ. എനിക്ക് ആഹാരം മതി. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി തൻ്റെ ജ്യേഷ്ഠ അവകാശം അവൻ വിറ്റുകളയാനിടയായി. ഇന്ന് നോക്ക്, പണത്തിനു വേണ്ടി മനുഷ്യൻ അവകാശം വിറ്റുകളയുന്നു, മനസ്സാക്ഷി വിൽക്കുന്നു, പാപത്തിന് അടിമകളായി മാറുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പണത്തിനു വേണ്ടിയാണ്. തല്ലുകൂടുന്നു, ചീത്ത വിളിക്കുന്നു, കേസ് കൊടുക്കുന്നു. പണത്തിനു വേണ്ടിയാണ്. പരസ്പരം വിദ്വേഷിച്ചിട്ട് പരസ്പരം കലഹങ്ങൾ ഉണ്ടാക്കുന്നു. വളരെ നീചമായൊരു അവസ്ഥയാണത്. ദുഷിച്ച ഒരു കാലമാണിത്. നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നാം നിറയപ്പെട്ടവർ ആയിരിക്കണം. ദൈവം തന്നതിൽ നന്ദി ഉള്ള വ്യക്തികളായിരിക്കണം. വഞ്ചിച്ചിട്ട് ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കുവാൻ ഇടയായി. അതുപോലെ പിതാവിനെയും വഞ്ചിക്കുവാൻ ഇടയായി. അതുപോലെ അമ്മായിപ്പൻ്റെ അടുക്കൽ ചെന്ന് വഞ്ചിച്ചിട്ട് വസ്തുവകൾ സമ്പാദിച്ചു. എന്താണ്? യാക്കോബിന്റെ ജീവിതത്തിൽ സന്തോഷം ഇല്ലായിരുന്നു. അവന് ആവുന്നതെല്ലാം അവൻ സമ്പാദിച്ചു കൂട്ടിയിരുന്നു. 1 2 ഭാര്യമാർ, 10 മക്കൾ, അവന് വസ്തുവകകൾ, സമ്പത്ത്. എന്നാൽ എന്താണ്? സമാധാനമില്ല. അതുകൊണ്ടാണ് ഏകനായി ഒരിക്കൽ വിട്ടുപോയിട്ട് ഏകനായി ചെന്ന് പെനിയേലിന്റെ അടുക്കൽ ചെന്നിട്ട് യാക്കോബ് ദൈവത്തിന്റെ അടുക്കൽ എന്താണ് ചോദിച്ചത്? ദൈവമേ, നീ എന്നെ വലിയവനാക്കണം എന്നാണോ ചോദിച്ചത്? എനിക്ക് പണം നൽകണമെന്നാണോ പറഞ്ഞത്? എന്താണ് ദൈവത്തോട് യാക്കോബ് ചോദിക്കുവാൻ ഇടയായത്? എനിക്ക് അനുഗ്രഹം വേണം. അനുഗ്രഹം, യഥാർത്ഥമായ അനുഗ്രഹം സമ്പത്തോ വസ്തുവകകളോ അല്ല, വലിയ വീടുള്ളതല്ല, ഒരുപാട് പണം ഉള്ളതല്ല. സമാധാനത്തോടെ ആയിരിക്കുന്നത്, സത്യസന്ധതയോടെ ആയിരിക്കുന്നത്, ദൈവത്തോട് കൂട്ടായ്മയുള്ളവനായി ജീവിക്കുന്നതാണ് യഥാർത്ഥമായ അനുഗ്രഹം. ഈ കാലത്ത് ഒരാൾ മറ്റൊരാളെ പറ്റിക്കുകയല്ലാതെ പരസ്പരം സഹായിക്കുന്നതേയില്ല. ഒരാൾ മറ്റൊരാളെ ദ്രോഹിക്കുക എന്നതല്ലാതെ ക്ഷമിക്കുന്നതേ ഇല്ല. ഒരാൾ മറ്റൊരാളെ എതിർക്കുകയല്ലാതെ പരസ്പരം സമാധാനത്തോടെ അവർ ജീവിക്കുന്നത് കാണുവാൻ കഴിയുന്നില്ല. രാവിലെ എഴുന്നേറ്റാൽ മുതൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു വഴക്ക്, എന്തെങ്കിലും ഒരു പ്രതികൂലം നമ്മുടെ വീടുകളിൽ, നമ്മുടെ ദേശത്ത്, കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ചില സമയത്ത് അന്യായം പ്രവർത്തിക്കുന്ന ആളുകളായി നോക്കുക. ധനവാൻ പാവപ്പെട്ടവനെതിരെ അന്യായം ചെയ്യുന്നു. ബലവാൻ ബലഹീനനോട് അന്യായം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ന്യായമായി ദൈവം എന്താണ് ചെയ്യാൻ പറഞ്ഞത്? ധനവാന്മാരെ, നിങ്ങളുടെ സമ്പത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കൂ. ബലവാന്മാർ ബലഹീനരെ സഹായിക്കുക. ജ്ഞാനമുള്ളവർ ജ്ഞാനമില്ലാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. വെള്ളം കുടിക്കുമ്പോൾ നിന്റെ ദാഹത്തിന് എന്തു പറ്റും? തീരും. ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് അടങ്ങും. അങ്ങനെ മുഴുകാൽ മടക്കി പ്രാർത്ഥിച്ചാൽ നിന്റെ ദുഃഖം അവിടെ തീർന്നു പോകും, മാറിപ്പോകും. യേശുക്രിസ്തു ചിത്രങ്ങളിൽ അല്ല, ആലയത്തിൽ അല്ല, പർവ്വതത്തിൽ അല്ല. നീ എവിടെയാണോ മുഴങ്കാൽ മടക്കി നുറുങ്ങുന്ന ഹൃദയത്തോടുകൂടി, പശ്ചാത്താപത്തോടുകൂടി, കണ്ണുനീരോടുകൂടി, കർത്താവേ, നീ എന്നെ സഹായിക്കണം, എനിക്ക് ആരുമില്ല, എന്നെ ഒരാൾ വഞ്ചിച്ചു, എന്നെ പറ്റിക്കാനിടയായി, എന്നെ ചതിക്കാനിടയായി, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന്, ഞാൻ രോഗത്തിലായിരിക്കുന്നു, എന്നെ വിടുവിക്കുവാൻ ആരുമില്ല, എന്നെ സഹായിക്കുവാൻ വേണ്ടി പറഞ്ഞാൽ കർത്താവ് തീർച്ചയായും നിന്നെ വിടുവിക്കാനിടയാവും. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. സത്യമാണ് ദൈവമേ, എനിക്ക് അന്യായം സംഭവിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ശരിയാണ് പിതാവേ, എനിക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു. സത്യമാണ്, ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നു, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നു, മറ്റുള്ളവരെ ദുഷിക്കുന്ന രീതിയിലായിരിക്കുന്നു, മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിക്കുന്ന രീതിയിലായിരിക്കുന്നു. നിന്റെ മകനെന്ന് ഞാൻ പറയാറുണ്ട്, എന്നാൽ എൻ്റെ ഹൃദയം മുഴുവൻ അശുദ്ധി ആയിരിക്കുകയാണ്. ഇന്നെൻ്റെ ഹൃദയത്തിനൊരു മാറ്റം ഉണ്ടാക്കണമേ, എൻ്റെ കഷ്ടങ്ങളെ മാറ്റണമേ. നിന്നോട് തന്നെ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ കെട്ടിപ്പണിയണമേ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നല്ല സമാധാനം തരണം. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ തിന്മ സംഭവിക്കാതെ അവർക്ക് അനുഗ്രഹമുണ്ടാകുവാൻ നീ സഹായിക്കുമാറാകണം. വിദ്യാഭ്യാസം ചെയ്ത് ഉപയോഗമുള്ളവരായി മാറുവാൻ സഹായിക്കണം. മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കണം. നമുക്കെല്ലാവർക്കും വായി തുറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു തവണ കൂടെ നിന്റെ മക്കളെ നോക്കണമേ. എവിടെ നിന്നെല്ലാമോ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന നിന്റെ മക്കളെ ഒന്ന് നീ നോക്കണമേ. ഞങ്ങൾ വഞ്ചിതരാകപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്,
ഞങ്ങൾക്ക് നഷ്ടങ്ങളുണ്ട്, ഞങ്ങൾക്ക് സമാധാനമില്ല, ഞങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾ ഞങ്ങളെ ഒരുപാട് ഞെരുക്കത്തിലാക്കി മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണ വേണം എന്ന് നിന്റെ സന്നിധിയിൽ വന്ന് പറയുന്ന എല്ലാവരെയും നീ ദർശിക്കണമേ. ഓരോരുത്തരുടെയും മനസ്സിലുള്ള പദ്ധതികളെ, അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ നന്നായി അറിയുന്നതായ ദൈവമേ, പ്രാർത്ഥനയിൽ കൂടി ഞങ്ങൾ അപേക്ഷിച്ചവയൊക്കെയും ഞങ്ങൾക്ക് ലഭിച്ചതായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥന കഴിയുന്ന സമയത്ത് നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന വിശ്വാസത്തോടെ, ആ സന്തോഷത്തോടെ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ആരെയും ദൈവമേ നീ ഉപേക്ഷിക്കരുത്. ഞങ്ങളിൽ നിന്ന് ഭയത്തെ മാറ്റണമേ, ആത്മഹത്യാ പ്രവണതയെ മാറ്റണമേ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചേർച്ച കൊണ്ടുവരണമേ. മദ്യപാനികളെ എല്ലാ വ്യക്തികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കുമാറാകട്ടെ. വീണ്ടും അവർ പോയിട്ട് മദ്യപിക്കുവാനുള്ള അവസരം ഉണ്ടാകാതിരിക്കുവാൻ അവരെ നീ സഹായിക്കുമാറാകണം. രക്ഷിക്കപ്പെട്ട നിന്റെ സാക്ഷികളായി ജീവിക്കാൻ അവരെ സഹായിക്കണം. യൗവനക്കാരെ നീ സഹായിക്കണമേ. മാതാപിതാക്കളെ വഞ്ചിക്കുന്ന യൗവനക്കാരെ ദർശിക്കണമേ. അവർ തങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി നിന്റെ സന്നിധിയിൽ വന്ന അവരുടെ ജീവിതങ്ങളെ നേരെയാക്കിയെടുക്കുവാൻ അവരെ നീ സഹായിക്കുമാറാകണം. കൃഷിയിൽ, വ്യാപാരത്തിൽ, ജോലിയിൽ നഷ്ടങ്ങൾ വന്നിരിക്കുന്ന ആളുകളെ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തത്താൽ നിറയ്ക്കണമേ. നിന്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും ഇന്നു മുതൽ അനുഗ്രഹത്തോടെ കടന്നു പോകുവാൻ നീ സഹായിക്കുമാറാകണമേ ദൈവമേ. ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചം പോലെ അവർ ആയിരിക്കുന്ന ദേശത്ത് പ്രകാശമായി മാറുവാൻ നീ അവരെ സഹായിക്കുമാറാകണമേ. നിന്റെ കരുണയുടെ കരം നീട്ടി എല്ലാ വ്യക്തികളെയും അനുഗ്രഹിച്ച് എല്ലാവരെയും നീ ആശ്വസിപ്പിക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കൂടി വന്നിരിക്കുന്ന എല്ലാ വ്യക്തിയുടെ മേൽ ഇന്നു മുതൽ എന്നേക്കും കൂടെയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ